രേഖ ചമച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് പിന്നാലെ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിയതിൽ പരിഹാസവുമായി ശ്രീനാദേവി കുഞ്ഞമ്മ. കേരളത്തിൽ റേഷൻ കിട്ടാത്ത ഒരേ ഒരു ജനപ്രതിനിധിയായി തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. മുഖ്യമന്ത്രിയോടും സിവിൽ സപ്ലൈസ് വകുപ്പിനോടും അപേക്ഷിക്കുന്നുവെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ്. ശ്രീരാജ് ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീരാജ്, ഒരു ഭാഗത്ത് വലിയ കാറ്റും കോളുമാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊക്കെ ചർച്ച നടക്കുന്നു. മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു, വ്യാജരേഖ ചമച്ചു എന്നുള്ള വാർത്ത വരുന്നു. പക്ഷേ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് കുലുക്കമില്ല എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവർ പറയുന്നത്? ഹർഷൻ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടും CPIയുടെ സിവിൽ സപ്ലൈസ് വകുപ്പിനോടും കേരളത്തിൽ റേഷൻ കിട്ടാത്ത ഒരേ ഒരു ജനപ്രതിനിധിയായി തന്നെ പ്രഖ്യാപിക്കണമെന്ന് അപേക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഒരു ഒപ്പ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുമായി ശ്രീനാദേവി കുഞ്ഞമ്മ വരുന്നത്. ഈ വാർത്ത വന്നതിന് പിന്നാലെ നമ്മൾ പലതവണ ശ്രീനാദേവി കുഞ്ഞമ്മയെ എന്താണ് പറയാൻ കേൾക്കാൻ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഫോണിൽ ലഭ്യമല്ലാത്ത അല്ലെങ്കിൽ പ്രതികരിക്കാൻ നിലവിൽ മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പും വിട്ടിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം ഇങ്ങനെ വലിയ വിവാദമാകുന്നു. CPI അടക്കം ഇടതുമുന്നണി അടക്കം വലിയ ചർച്ചയാക്കി കൊണ്ടുവരുന്നു. അവരുടെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ വാർത്ത പ്രചരിക്കുന്ന ഘട്ടത്തിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്കോ അതിലോ ഒരു വിശദീകരണത്തിലേക്കോ കടക്കാൻ ഇതുവരെയും ശ്രീനാദേവി കുഞ്ഞമ്മ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. വ്യാജമായി റേഷൻ കാർഡിൽ പേര് ചേർത്തുകൊണ്ടായിരുന്നു വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തിയത് എന്ന തരത്തിലുള്ള ഒരു പരാതിയാണ് ഉണ്ടായിരുന്നത്. ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തി അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ നടപടിയെടുക്കുകയും ചെയ്തു. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ റേഷൻ കാർഡിൽ നിന്ന് ആ പേര് പേര് വെട്ടുന്നു. ശേഷം ആ റേഷൻ കാർഡ് തന്നെ ഇറക്കുന്ന നടപടിയിലേക്ക് കിടക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ തന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണ് എന്ന് പറയാനോ ഇതുവരെയും ശ്രീനാദേവി കുഞ്ഞമ്മ തയ്യാറായിട്ടില്ല എന്നുള്ളത് ആണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ന് വൈകിട്ട് കൂടിയോ നാളെയോ ഒക്കെ ആ മാധ്യമങ്ങളെ കാണാം, വിശദീകരിക്കാമെന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അതിലൊരു പരിഹാസ പ്രതികരണവുമായിട്ടാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയോടും സിവിൽ സപ്ലൈസ് വകുപ്പിനോടും റേഷൻ കിട്ടാത്ത ഒരേ ഒരു ജനപ്രതിനിധിയായി തന്നെ പ്രഖ്യാപിക്കണമെന്ന അപേക്ഷ അവർ മുന്നോട്ട് വെക്കുന്നു. പക്ഷേ മറ്റൊരു വ്യക്തിയുടെ റേഷൻ കാർഡിൽ ആണ് ശ്രീനാദേവി കുഞ്ഞമ്മ പേരുൾപ്പെടുത്തിയത്. ആ വ്യക്തിയുടെ മക്കൾ പറയുന്നു തങ്ങൾക്ക് അങ്ങനെ ഒരാളെ അറിയുകയേ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ റേഷൻ കാർഡിൽ പേരുൾപ്പെടുത്തുന്നതിനായി നൽകിയ വിവരം റേഷൻ കാർഡ് ഉടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു ബന്ധമേ ഇല്ല, അങ്ങനെ ഒരു വ്യക്തിയെ തങ്ങൾക്ക് അറിയില്ല എന്നാണ് ഈ റേഷൻ കാർഡ് ഉടമയുടെ മക്കൾ പറയുന്നത്. റേഷൻ കാർഡ് ഉടമ 2024 മരണപ്പെടുകയും ചെയ്തിരുന്നു. ഹർഷൻ, ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്. ഇനി